നമസ്കാരം. ബ്രഹ്മമുഹൂർത്തം. എന്താണ് ബ്രഹ്മമുഹൂർത്തം? ഇത് അതിരാവിലെ 4:30 മുതൽ 6:30 വരെയാണ് ഉള്ള സമയങ്ങളാണ് ബ്രഹ്മമുഹൂർത്തമായി നമ്മൾ കണക്കാക്കുന്നത്. കല്യാണം, ഗൃഹപ്രവേശനം ഇങ്ങനെയുള്ള മംഗളകരമായ കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യുന്നത് വളരെ ഉചിതമാണ്. ഈ സമയത്തിന് സരസ്വതി യാമം എന്നൊരു പേരും കൂടി ഉണ്ട്. ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഭാര്യ സരസ്വതി ദേവി ഉണർന്നിരിക്കുന്ന സമയം കൂടിയാണ് ഇത്. ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ബ്രഹ്മദേവനെയും സരസ്വതി അമ്മയെയും ധ്യാനിച്ച് വിളക്ക് വയ്ക്കുന്നത് അത്യുത്തമം. അതുപോലെ പല ശുഭകാര്യങ്ങളും പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനും വിജയത്തിലേക്കുള്ള വഴികളിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും ഏറ്റവും നല്ല സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ബ്രഹ്മദേവൻ പോലും ഈ നേരത്താണ് ശിവൻ സ്വാമിയെ ധ്യാനിക്കുന്നത്. അതുമൂലം പല കാര്യങ്ങളും സാധിച്ചെടുത്തിട്ടും ഉണ്ട്. അങ്ങനെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന ഈ പേര് വന്നത്.